ഹോണ്ട തങ്ങളുടെ ജനപ്രിയ കാറായ അടുത്ത തലമുറ സിറ്റി സെഡാനെ ഉടൻ വിപണിയിലെത്തിക്കും. അതിന്റെ ഭാഗമായ വാഹനത്തിന്റെ പുതിയ ടീസർ ചിത്രം കമ്പനി പുറത്തുവിട്ടു. പുതിയ ഹോണ്ട സിറ്റിയുടെ മുൻവശത്തിന്റെ ഒരു ഭാഗമാണ് ടീസർ ചിത്രത്തിലൂടെ വെളിപ്പെടുന്നത്. വാഹനത്തിന് LED ഹെഡ്ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തായ്ലൻഡ് മോഡലിന് സമാനമാണെന്ന സൂചന നൽകുന്നു. അതോടൊപ്പം ലോവർ ബമ്പറും അതേപടി നിലനിർത്തിയതാണ് ആഭ്യന്തര വിപണിയിലേക്ക് എത്തിക്കുന്നത്. നിലവിലെ BS5 മോഡലിനെ അപേക്ഷിച്ച് പൂർണ്ണ LED ഹെഡ്ലാമ്പുകൾ, വലിയ റേഡിയേറ്റർ ഗ്രിൽ, എക്സ്ട്രാ സ്കിൽപ്പഡ് ബമ്പറുകൾ എന്നിവ 2020 സിറ്റിക്ക് ലഭിക്കുന്നു. റൂഫ് വളരെ പരന്നതാണ്. ഇത് കാറിനുള്ളിൽ വിശാലമായ ഇടം നൽകുമെന്ന അർത്ഥത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. തായ്ലാന്റ് പതിപ്പ് ഹോണ്ട സിറ്റി 15 ഇഞ്ച് വീലുകളുമായാണ് വരുന്നത്. എന്നാൽ ഇന്ത്യൻ മോഡൽ ഹോണ്ട സിറ്റിയിൽ 16 ഇഞ്ച് വീലുകളാകും ഉപയോഗിക്കുന്നത്. സമീപകാലത്ത് നടത്തിയ പരീക്ഷണോട്ട ചിത്രങ്ങളും ഇതിന് അടിവരയിടുന്നു. ഇന്റീരിയറുകളും വിപുലമായ നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പിന്തുണയ്ക്കുന്ന വലുപ്പത്തിലുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉള്ളിലെ സവിശേഷതയാണ്. ഇന്ത്യൻ C സെഗ്മെന്റ് സെഡാൻ വിപണിയിൽ മികച്ച എതിരാളികൾ അണിനിരക്കുന്നതിനാൽ 2020 ഹോണ്ട സിറ്റി നിരവധി ഫീച്ചറുകളാകും പുത്തൻ പതിപ്പിൽ അവതരിപ്പിക്കുക. പുതിയ 2020 ഹോണ്ട സിറ്റി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നത് പരിചിതമായതും BS6 അനുസൃതമായ 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ചോയ്സുകളോടെയാകും. നിലവിലെ BS5 അവസ്ഥയിൽ പെട്രോൾ എഞ്ചിൻ 117 bhp കരുത്തും 145 Nm ടോർക്കുമാണ് നിർമ്മിക്കുന്നത്. ഡീസൽ യൂണിറ്റ് 99 bhpയും 200 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർബോക്സുമായി എഞ്ചിൻ ജോഡിയാകും. കൂടാതെ 7 ഘട്ട CVT ഉപയോഗിച്ചും പെട്രോൾ യൂണിറ്റ് തിരഞ്ഞെടുക്കാനാകും. 2020 ഹോണ്ട സിറ്റിക്ക് 10 ലക്ഷം രൂപ മുതലാകും എക്സ് ഷോറൂം വില ആരംഭിക്കുക. ഒരു ഇലക്ട്രിക് വകഭേദത്തെയും കമ്പനി പുറത്തിറക്കുമെന്ന് അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു മൈൽഡ് ഹൈബ്രിഡ് ആകാനും സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത വർഷം മാത്രമേ ഈ മോഡൽ അവതരിപ്പിക്കുകയുള്ളൂ. മാരുതി സുസുക്കി സിയാസ്, ഹ്യുണ്ടായി വെർണ, സ്കോഡ റാപ്പിഡ്, ഫോക്സ് വാഗൺ വെന്റോ എന്നിവയാണ് ഹോണ്ട സിറ്റിയുടെ ഇന്ത്യൻ വിപണിയിലെ പ്രധാന എതിരാളികൾ.